Good morning. Welcome to Pumata A. LKG-യിലെ മലയാളമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മലയാളത്തിൽ എന്താണ് പഠിക്കുന്നതെന്ന് അറിയാമോ? വ്യഞ്ജനാക്ഷരങ്ങൾ. നമ്മൾ എന്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു വ്യഞ്ജനാക്ഷരങ്ങളിൽ? കാക്ക ഗംഗ, ചാച്ചന, ടാറ്റ എന്നിങ്ങനെ പഠിച്ചു വന്നു. ഇനി ധ ധ ധ ധ ന ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾക്ക് ആദ്യം ത പഠിക്കാം. ത ത എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെയാണ് ധ എന്ന് എഴുതുന്നത്. ഇതാണ് ത. ത ത തവി, ത തവി, തത്ത. ഇതൊക്കെ എന്തിലാ തുടങ്ങുന്നത്? തായിലാണ്. അടുത്തത് ധ. അടുത്തത് ധ. ധ എന്ന് ഇങ്ങനെയാണ് എഴുതുക. ധ ധ ധ. രണ്ടാമതായി പഠിക്കുന്നത് ധ. രഥം. രഥം. രഥം എന്ന് എഴുതുന്നതിലെ രണ്ടാമത്തെ ധ ഇതാണ്. ഇനി അടുത്തത് ധ. ദ. ഇതാണ് ദ. ദ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ദ ദ. ദ ദീപം. ദീപം. ദ ദീപം. അടുത്തത് ധ. ധ ധനുസ്. ധ ധ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ധനുസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വില്ലാണ്. നമ്മള് അമ്പെന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ധനുസ് എന്ന് പറയുന്നത്. അടുത്തത് ന. ന ന അല്ലെങ്കിൽ ന എന്നാണ് അതിനെ ഉച്ചരിക്കുക. നഖം. നമ്മള് ന എന്ന് മുൻപിൽ ചേർത്ത് എഴുതുകയാണെങ്കിൽ ന എന്നും, രണ്ടാമതായി വരുമ്പോൾ അതിനെ ന എന്നും വായിക്കും. ന. നഖം. ന നഖം. ന നഖം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ത തവി പഠിച്ചു, ധ രഥം പഠിച്ചു, ധ ദീപം പഠിച്ചു, ധ ധനുസ് പഠിച്ചു, ന നഖം പഠിച്ചു. തവി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ചോറൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറിയൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന കരണ്ടി എന്ന് പറയില്ലേ, അതിനെയാണ് തവി എന്ന് പറയുന്നത്. പിന്നെയോ രഥം എന്ന് പറഞ്ഞാൽ എന്താണ്? രഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാഹനത്തെയാണ് രഥം എന്ന് പറയുന്നത്. ദീപം എന്ന് പറഞ്ഞാൽ വിളക്ക്. ധനുസ് എന്ന് പറഞ്ഞാൽ അമ്പ്. നഖം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നഖം. ഇത്രയുമാണ് നമ്മൾ ധാതുതന്തനായിൽ പഠിക്കുന്നത്. ഈ നിറം കൊടുക്കാം എന്നവിടെ എന്താണുള്ളത്? ഒരു ദീപത്തിന്റെ ചിത്രമാണ്. ആ ദീപത്തിന് നിറം കൊടുക്കില്ലേ? ദീപം തുടങ്ങുന്നത് ഏത് അക്ഷരത്തിലാണ്? ദായിലാണ്. ഓക്കെ, ബൈ.